ലഭിക്കണമെങ്കിൽ NIOSന്റെ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് 17 വയസ്സ് വേണം. സീനിയർ സെക്കൻഡറി അതായത് +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് 19 വയസ്സ് വേണം എന്ന നിയമം സർക്കാർ കഴിഞ്ഞ 2019 ഇറക്കിയതാണ്. ആ ഓർഡറിന് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ കൊടുത്തിരുന്നു. എന്നാൽ ഈ വർഷം വീണ്ടും അപ്ലിക്കേഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇക്വാലൻസി കൊടുക്കുവാൻ വേണ്ടി കഴിയില്ല എന്നാണ് നമ്മുടെ കേരള സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വിദ്യാർത്ഥികളെ അറിയിച്ചത്. അപ്പോൾ അതിന് പ്രകാരം ഈ വർഷം SSLC പാസ്സായ NIOSലെ വിദ്യാർത്ഥികൾക്ക് പലർക്കും ഹയർ സെക്കൻഡറിക്ക് വേണ്ടി അതായത് സ്റ്റേറ്റിലെ +2 വേണ്ടി അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഇതാ ഹൈക്കോടതി ആ ഉത്തരവ് വീണ്ടും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം സ്റ്റേ ചെയ്ത ഉത്തരവാണ്. വീണ്ടും ഈ വിദ്യാർത്ഥികൾ ചെന്നപ്പോൾ വീണ്ടും അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാർ ആ കാര്യങ്ങൾ പഠിക്കാതെ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നില്ല. എന്തായാലും കേരള ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ ജനദ്രോഹപരമായ വിദ്യാർത്ഥി ദ്രോഹപരമായ ഈ നിലപാടിനെതിരെ നല്ല ശക്തമായ ഒരു അടിയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും NIOSലെ വിദ്യാർത്ഥികൾക്ക് സന്തോഷിക്കുവാനുള്ള ആശ്വാസം പകരുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനകത്ത് വളരെ വ്യക്തമായി തന്നെ ബഹുമാനപ്പെട്ട ജഡ്ജി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് തികഞ്ഞ അസംബന്ധമാണ്, ഇത് തികച്ചും വിവേചനപരമാണ് എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ഈ ഓർഡർ ഒന്ന് പരിശോധിക്കാം. NIOSന്റെ വിദ്യാർത്ഥികൾക്ക് എല്ലാം തന്നെ വളരെയധികം പ്രയോജനപ്രദമാകുന്ന ഒരു വലിയ ഒരു കോടതി വിധിയാണ് ഓഗസ്റ്റ് 27 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് രാജ വിജയ രാഘവൻ വി അദ്ദേഹമാണ് ഈ കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 നമ്മുടെ സർക്കാർ ഒരു ഉത്തരവിട്ടിരുന്നു, കേരള സർക്കാർ. അതായത് NIOSന്റെ വിദ്യാർത്ഥികൾ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് 17 വയസ്സും സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് 19 വയസ്സും ഉണ്ടായാൽ മാത്രമാണ് അവർ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്നൊരു വിധി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ചില വിദ്യാർത്ഥികൾ ഈ വിധിക്കെതിരെ കോടതിയിൽ പോവുകയും അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു വിധി ഉണ്ടായിരുന്നു 2020 ഡിസംബറിൽ. അതനുസരിച്ചിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഇത് കൊടുക്കണമെന്നും ഈ ഓർഡർ സ്റ്റേ ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും ആ സ്റ്റേ വെക്കറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഈ വർഷം വീണ്ടും ഇക്വാലൻസി ചോദിച്ചു ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ പ്രായം പറഞ്ഞുകൊണ്ട് 17 വയസ്സ് ആയ താഴെയുള്ള വിദ്യാർത്ഥികൾ കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് സെക്കൻഡറി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സീനിയർ സെക്കൻഡറിക്ക് അപേക്ഷ നൽകുവാൻ തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം കൂടി കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ അനുകൂലമായ വിധി അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ കഴിഞ്ഞ വിധിയിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടും വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തിനാണ് SSLC വിദ്യാർത്ഥികൾക്ക് 17 വയസ്സ് ഈക്വാലൻസി എന്ന് പറയുന്നത്? എന്തിനാണ് +2 വിദ്യാർത്ഥികൾക്ക് NIOS കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 19 വയസ്സുണ്ടെങ്കിൽ ഈക്വാലൻസി കൊടുക്കുള്ളൂ എന്ന് പറയുന്നത്? കൂടെ പറയാം, ഈ ഈക്വാലൻസി ഒന്നും വലിയ ആവശ്യമില്ല. വളരെ അപൂർവം കാര്യങ്ങൾക്ക് മാത്രമാണ് ഈക്വാലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റാണ് ആവശ്യമുള്ളത്. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊന്ന് പറയട്ടെ, നിങ്ങൾ ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 വായിച്ചു നോക്കുക. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സെക്സ് ഏജ് വെച്ചുകൊണ്ടുള്ള വിവേചനം പാടില്ല, അത് ഇക്വാലിറ്റിക്ക് എതിരാണ് എന്ന് പറയുന്നുണ്ട്. ഇക്വാലൻസി എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് 15 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് SSLC പാസ്സാവുന്നത്. അപ്പോൾ NIOSന്റെ വിദ്യാർത്ഥി 17 വയസ്സിൽ പാസ്സാകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഈക്വാലൻസി ആകുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മുമ്പിൽ 2020 ഒക്ടോബറിൽ വന്ന കേസാണ്. അപ്പോൾ അതിൻ്റെ വിധിയാണ് വന്നിരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഡേ ഓഫ് ഒക്ടോബർ, നേരത്തെ പറഞ്ഞ ഡിസംബർ അല്ല, ഫസ്റ്റ് ഡേ ഓഫ് ഒക്ടോബറിൽ കൃത്യമായിട്ട് അദ്ദേഹം ഒരു വ്യക്തമായിട്ടുള്ള ഒരു സ്പീക്കിംഗ് ഓർഡർ തന്നെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, കേസ് വാദം നടക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ, ഗവൺമെൻറ് പീരീഡ് കോടതിയിൽ പറഞ്ഞത് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികളുടെ ഏജ് NIOS വിദ്യാർത്ഥികൾക്ക് 17 ഇയേഴ്സ്, SSLC കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 17 ഇയേഴ്സ് വേണം എന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ജഡ്ജി അതിനകത്ത് പറഞ്ഞ വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഐ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് കുഡ് ഹാവ് സ്റ്റിപ്പുലേറ്റഡ് 17 ഇയേഴ്സ് ഓഫ് ഏജ് in the case of students from the NIOS, because it is virtually considered before me that the age at which students of the state syllabus would complete the SSLC is 15 or 16 years.
I therefore fail to comprehend how the SCRT of the government can say that a uniformity can be obtained only if the students from the NIOS are allowed to join higher secondary school only on completion of 17 years. അതായത് ഒരു സൈഡിൽ 17 വയസ്സ് പൂർത്തിയായാലാണ് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുള്ളൂ എന്ന് പറയുകയും അതേസമയം തന്നെ എൻ്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ പഠിക്കുന്ന SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ 15 വയസ്സിലോ അല്ലെങ്കിൽ 16 വയസ്സിലോ ആണ് SSLC പാസ്സാകുന്നത്. അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് 15 വയസ്സ് വെക്കുകയും 17 വയസ്സ് NIOS വിദ്യാർത്ഥികൾക്ക് വെക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ എവിടെയാണ് യൂണിഫോമിറ്റി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പടി കൂടി കടന്നുകൊണ്ട് അദ്ദേഹം ഇത് വ്യക്തമായി പറയുന്നുണ്ട്. This is completely incongruous even from the touchstone of the purpose of which the learned Governor Peter asserts, and prima facie shows itself to the highly discriminatory in nature. അതായത് ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ അസംബന്ധത്തിനേക്കാൾ കൂടുതലൊന്ന് കേൾക്കാനുണ്ടോ ഉദ്യോഗസ്ഥന്മാരെ? കംപ്ലീറ്റ്ലി ഇൻകോൺഗ്രസ്, വളരെ അസംബന്ധമാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് മനസ്സിലാകുന്നത് ഇത് വളരെയധികം വിവേചനപരമാണ് ഈ തീരുമാനം എന്ന് ഈ വിധിയിൽ അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൊണ്ട് ആ ഓർഡറിന്, സർക്കാർ ഇറക്കിയ ഏജ് റെസ്ട്രിക്ഷനുള്ള ഓർഡറിന് സ്റ്റേ നിൽക്കുന്നുണ്ട്. ആ സ്റ്റേ നീക്കിയിട്ടില്ല. അപ്പോൾ അവർ എല്ലാവർക്കും കൊടുക്കാൻ ഒരു ബാധ്യസ്ഥരാണ്. പക്ഷേ ഇതിനകത്ത് കോടതി ഈ കുട്ടികൾക്ക് കൊടുക്കുവാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ആ ഓർഡർ സ്റ്റേ ആയതുകൊണ്ട് മുൻകാലങ്ങളിലെ ഓർഡർ നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് ഈ വരുന്ന കുട്ടികൾക്ക് ഈ ഈക്വലൻസി കൊടുക്കുവാൻ ഇവർ മടിക്കുന്നത്, ഈ ചില നിയമങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള സമീപനത്തിനുള്ള ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ലംഘിക്കരുത് എന്നും അവർക്ക് ഇനിയെങ്കിലും നീതി കൊടുക്കുമെന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും NIOSൻ്റെ ഈ ഓർഡറുകളൊക്കെ, NIOSൻ്റെ കോഴ്സുകളൊക്കെ ഗവൺമെൻറ് എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഇക്വാലൻസി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള സംഭവമല്ല. നിങ്ങൾക്ക് വേണ്ടത് എലിജിബിലിറ്റിയാണ്. അതെല്ലാ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഇത് അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് യാതൊരു തടസ്സവും നേരിടുകയില്ല. എന്തായാലും ഈ ഇക്വാലൻസിയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പാരലൽ കോളേജ് അസോസിയേഷൻ്റെ അധികൃതരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഉടൻ തന്നെ ഈ കാര്യത്തിൽ സർക്കാരിനെയോ കോടതിയെയോ ഗവർണറെയോ ഒക്കെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് NIOS വിദ്യാർത്ഥികൾക്ക് സന്തോഷിക്കുവാൻ കിട്ടിയ ഒരു അവസരമാണ്. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ഈ 10,000 കണക്കിന് വിദ്യാർത്ഥികൾ എന്തിനാണ് ഈക്വലൻസി പഠിക്കുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം? ഒരു ഒറ്റ ഓർഡറിലൂടെ, ഇപ്പോൾ CBSE പറഞ്ഞതുപോലെ, ഒറീസ സർക്കാർ പറഞ്ഞതുപോലെ ഒരൊറ്റ ഓർഡറിലൂടെ നടപ്പാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ NIOS വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന ഈ നിലപാട് ഇനിയും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ കണ്ടാൽ മാത്രം പോരാ, താഴെ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യൂ. ഈ കാര്യങ്ങൾ അറിയാത്ത ധാരാളം പേരുണ്ട്. ധാരാളം കുട്ടികൾ SSLCക്ക് കഴിഞ്ഞ കുട്ടികൾ +2 അപേക്ഷിക്കാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട്. എന്തായാലും അതിനൊരു തീരുമാനം ഉടനെ ഉണ്ടാകും. ഡേറ്റ് കഴിഞ്ഞു പോയി എന്ന് പറയേണ്ട, അതിൽ തീരുമാനം മാറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരിലേക്കൊക്കെ ഈ സന്ദേശം നമുക്ക് എത്തേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഷെയർ ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളുടെ വീഡിയോ കണ്ട് ഒരു കുട്ടിക്കെങ്കിലും ഇതിന്റെ കാര്യം മനസ്സിലാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞാലോ. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് ഉടനെ എത്തിക്കുന്നതാണ്. വീണ്ടും ഒരു ചൂടൻ വാർത്ത വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പക്ഷെ ആ വാർത്ത ശരിയായിട്ടില്ല. ഉടനെ തന്നെ ആ വാർത്തയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രദീപ് കുമാർ, ചെയർമാൻ ENLIGHT കോളേജ്. ബൈ ബൈ.